ഹായ് ഗെയ്സ്, നമുക്കൊരു വറുത്തരച്ച് മീൻകറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ചൊറകാണ്. നമുക്ക് ഈ ചൊറകൊന്ന് വൃത്തിയായിട്ട് കഴുകി വെട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കാം. നമ്മളിവിടെ ഒരു 4 കഷ്ണം കുടംപുളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കാം. നമ്മൾ ഒരു മുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ചിരകിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചട്ടി ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. അത് ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തേങ്ങയിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളൊരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിനാക്കി എടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് ഇട്ട് കൊടുക്കാം. അരപ്പിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഈ അരപ്പും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മുടെ മീനെല്ലാം പെറുക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം.